ഇന്ത്യ പല സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ട്. അതിൽ ഭീകര സംഘടനകളുണ്ട്, രാജ്യത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന വിഘടനമായ ഭീകര സ്വഭാവമുള്ള സംഘടനകളുണ്ട്. ഏറ്റവും ഒടുവിൽ നാം കേട്ട വാർത്ത പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച വാർത്തയായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാശ്മീരിലുള്ള ചില ഭീകര സംഘടനകളെ നിരോധിക്കുന്ന വാർത്തകൾ വരാറുണ്ട്. പക്ഷെ പ്രേക്ഷകർ അധികം ശ്രദ്ധിക്കാൻ പോകാറില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ലഷ്കർ-എ തോയ്ബ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ ഇന്ത്യ നിരോധിച്ചതിന്റെ പിന്നാലെ ഇന്ത്യ നിരോധിക്കാൻ പോകുന്ന വലിയൊരു ഭീകര സംഘടന, ഈ ലഷ്കർ-എ തോയ്ബ ഇന്ത്യ നിരോധിച്ചപ്പോൾ അതേ സംഘടനയെ ഇസ്രായേലും നിരോധിച്ചിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ലഷ്കർ-എ തോയ്ബ ഇന്റർനാഷണൽ തലത്തിൽ, ആഗോളതലത്തിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ ഭീകര സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ആ സംഘടനയെ നിരോധിക്കാൻ, ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു ഇന്ത്യ ഹമാസിനെ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തണം, ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കണം. ഇന്ത്യ അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളും എത്തുന്നു. ഏതായാലും IDF-ന്റെ അന്താരാഷ്ട്ര ലഫ്റ്റനന്റ് ജനറൽ കേണൽ നദവ് ഷേഷാനിയാണ് ഈ വിവരം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ അതുടൻ ചെയ്യും എന്നാണ് തങ്ങൾ കരുതുന്നത്. കാരണം ഈ പറയുന്ന ഹമാസിന് ലഷ്കർ-എ തോയ്ബയുമായി ബന്ധമുണ്ട്, കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട്. ഇതെല്ലാം ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. യൂറോപ്പിലും മറ്റിടങ്ങളിലുമൊക്കെ മയക്കുമരുന്ന് കടത്തുകാരായിട്ടോ ഇല്ല മനുഷ്യ കടത്തുകാരായിട്ടോ ഇല്ല മനുഷ്യാവകാശ സംഘടന പ്രവർത്തകരായിട്ടോ ഒക്കെ ഈ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇവർ കടന്നു കയറാതിരിക്കാനും ഇന്ത്യയിലുള്ള അവരുടെ സ്ലീപ്പർ സെല്ലുകൾ മുൻപോട്ട് ചലിക്കാതിരിക്കുന്നതിനും വേണ്ടി ഇവയെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. 1987 സ്ഥാപിതമായ ഹമാസിനെ UK-യും US-ഉം കാനഡയും അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ കൂടി അത്തരം ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അത് ആഗോള പ്രത്യാഘാതമായിരിക്കും ഹമാസിന് ഉണ്ടാക്കുന്നതെന്നും ഇന്ത്യയുമായി ഒന്നിച്ച് പോരാടാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി ഇസ്രായേൽ പറയുമ്പോൾ ഏതായാലും ഇന്ത്യ ആ വഴിക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് കേരളത്തിൽ ഒരു കൂട്ടക്കരച്ചിലിന് ഇടവരുത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.